ഹായ് ഗൈസ്, വീണ്ടും സാജൻ. വീണ്ടും ഞങ്ങൾ അഴീക്കൽ ബീച്ചിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടല്ലോ നമുക്ക് കിട്ടിയ മീനെ. ഈ പ്രാവശ്യവും തിരയും ഒക്കെ കുറവാണ്, എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. നമുക്ക് നോക്കാം. ഞാൻ ചൂണ്ട ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇന്ന് നമ്മൾ നോർമൽ ചൂണ്ടയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നോക്കാം. വലിയ മീനൊന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല. നോക്കാം, ഏതെങ്കിലും ചെറുത്. വലുതിനെ പ്രതീക്ഷിച്ച കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നമ്മളിന്ന് ചെറിയ മീനിനെ മാത്രം ടാർഗറ്റ് ചെയ്യും. 4 ഹുക്ക് ഒരുമിച്ചിടുവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് മീൻ പിടിച്ചത് എന്തായാലും നല്ലൊരു മീനായിരുന്നു, അത് പൊട്ടിച്ചോണ്ട് പോയി. നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും നോക്കാം. മാക്സിമം ട്രൈ ചെയ്യുന്ന നല്ലൊരു മീനെ പിടിക്കാൻ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഞാൻ എൻ്റെ ഫിഷിങ് തുടങ്ങുകയാണ്. ആദ്യം എന്തായാലും നമുക്ക് നമ്മുടെ ചൂണ്ട ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം കിട്ടാറ് സാർ. ആ ഗൈസ്, ഇതിന് വെള്ളം കുറച്ച് നല്ല രീതിയിൽ കൂടി കിടക്കുവാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. നല്ല രീതിയിൽ വെള്ളമുണ്ട്, നല്ല തിരയുണ്ട്. എന്തായാലും നോക്കാം. നോക്കിയിട്ട് നമുക്ക് നമ്മളെടുത്ത ബെയ്റ്റ് ചെമ്മീനാണ്. വലക്കാറയിൽ നിന്ന് മേടിച്ചപ്പോൾ നല്ല ജീവനുള്ളതായിരുന്നു. ഇപ്പോൾ അത് ചത്തുപോയി ഏകദേശം. എന്തായാലും നോക്കാം. ബെയ്റ്റിനകത്ത് പൂരി, ചെമ്പല്ലി, അമ്പൂരെല്ലാം അടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളെ കാസ്റ്റ് ചെയ്തിട്ട് പറയുന്നത്. ഞാൻ ഫസ്റ്റ് കാസ്റ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എടുത്തേക്കുന്നത് കൊഞ്ച് തന്നെയാണ് ബെയ്റ്റ്. നോക്കാം, എന്തെങ്കിലും അടിക്കാതിരിക്കില്ല. ശരി ശരി. ദൂരത്തോട് കാസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും കൂട്ടുകാരെ, ഞാൻ ഫസ്റ്റ് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. മീൻ കിട്ടണമെങ്കിൽ നല്ല ക്ഷമ വേണം, അല്ലാതെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റത്തില്ല ഈ അഴീക്കൽ ബീച്ചിൽ നിന്നല്ല എവിടെ നിന്നായാലും. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കാസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റിക്ക് ഒരിടത്ത് ഞാൻ ഉറപ്പിച്ച് വെച്ചു. സംഭവം എന്ന് വെച്ചാൽ, മീൻ പിടിച്ച് എന്തായാലും അറിയാമല്ലോ, നല്ല അടി അടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊക്കിയെടുക്കാം. അതുകൂടാതെ ഞാനൊരു ഏറ് ചൂണ്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏറ് ചൂണ്ടയിൽ നമ്മളെപ്പോഴും ഒരു ഏറ് ചൂണ്ട കയ്യിലിരിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ഞാൻ അതേപോലെ തന്നെ നല്ലൊരു വലിയൊരു ചെമ്മീനെ എടുത്ത് ബെയ്റ്റായിട്ട് ഇട്ടു. എന്നുവെച്ചാൽ ഏറ് ചൂണ്ടയിൽ നമ്മൾ സൈഡിലിട്ടാൽ മതി. അഴീക്കൽ ബീച്ച് സൈഡിലിട്ട് കഴിഞ്ഞാൽ നല്ല മുഴുത്ത ഹമ്മൂറ്, ചെമ്പല്ലി, ഇവ എപ്പോഴാണെന്ന് അറിയാത്ത നല്ല അടി അടിക്കും കയറി. അതുകൊണ്ട് ഞാൻ ആ സൈഡിലോട്ട് നമ്മുടെ ഒരു ചെറിയൊരു ഏറ് ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏറുചൂണ്ട 2-3 കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും 2-3 പറഞ്ഞാൽ എപ്പോഴും അവിടെ ഉടക്കൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രം ആ സൈഡിലോട്ട് അങ്ങ് എറിഞ്ഞിട്ട്. എന്തായാലും നമുക്ക് ഭാഗ്യം എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ, ഏതെങ്കിലും നല്ല മീൻ ആ സൈഡിൽ കൂടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കും. ആ ചെമ്മീൻ നല്ല ഫ്രഷ് ചെമ്മീനായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എൻ്റെ നോട്ടം നമ്മുടെ സ്റ്റിക്കിലോട്ട് തന്നെയാണ്. നമുക്ക് ചെറിയൊരു പുള്ളിക്കോര കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കമോൺ, ചെറിയൊരെണ്ണമാണ് കിട്ടിയിരിക്കുന്നത്, വലുതല്ല. നമ്മൾ പ്രതീക്ഷിച്ചോട്ടല്ല, ചെറുതാണ്. വെറും ചെറിയൊരു പുള്ളിക്കോര അടിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര അടിച്ചില്ല. വലുത് കിട്ടണമെന്ന് ആഗ്രഹം. കുഴപ്പമില്ല കേസ്. ചെറിയൊരു പുള്ളിക്കോര പാച്ചി കറക്കാനുള്ള അതിൻ്റെ. അടുത്തതായി വീണ്ടും ഒരു പല്ലിക്കോര അടിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, ചെറിയൊരു സൈസാണ്, എന്നാലും നമുക്ക് സന്തോഷമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ദിവസമാണെന്ന് തന്നെ നമുക്ക് പറയാം. മീൻ കിട്ടുന്നുണ്ട് കൂട്ടുകാരെ. ഇപ്രാവശ്യം 2 ഏട്ടക്കൂരി അടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഒരു നല്ല ദിവസം എന്ന് പറയാം. മീനിൻ്റെ ബഹളമായിരുന്നു. പക്ഷെ 2 ഏട്ടക്കൂരി ഒരുമിച്ചാണ് അടിച്ചിരിക്കുന്നത്. നമ്മൾ അതിനെ എടുക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഇതിനെ എടുക്കുക. ഒരു പ്രാവശ്യം ഇതിൻ്റെ മുള്ളെൻ്റെ കയ്യിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല ശ്രദ്ധിച്ചായിരിക്കും ഇതിനെ ചൂണ്ടയിൽ നിന്നും എടുക്കുന്നത്. എന്നാലും ഗൈസിന് സന്തോഷമായി. കൂട്ടുകാരെ, നമുക്ക് വീണ്ടും ഒരു ഏട്ടക്കൂരി അടിച്ചിരിക്കുകയാണ്. ഏട്ടക്കൂരി എന്ന് പറയുന്നത് നമുക്ക് അഴീക്കൽ സ്വാഭാവികമായിട്ട് എപ്പോഴും കിട്ടുന്ന ഒരു മീനാണിത് കേട്ടോ. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഇന്ന് ചെന്ന ഒരു സമയവും ആ ഒരു സിറ്റുവേഷൻ നല്ലതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മീൻ അടിച്ചു. ഇനിയും നമുക്ക് നോക്കാം. പക്ഷേ ഇവൻ്റെ പിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ മുള്ള് കയറുന്നതായിരിക്കും.
അതുകൊണ്ട് ഇവനെ പിടിക്കുമ്പം സൂക്ഷിച്ച് വേണം പിടിക്കാൻ, അല്ലെങ്കിൽ ഇവൻ നമുക്ക് നല്ല പണി കൈക്ക് തരും. ഗെയ്സ് അവസാനമായിട്ട് വീണ്ടും ഒരു കൂരി അടിച്ചിരിക്കുകയാണ്. പക്ഷെ അവനെ നീ പിടിക്കാൻ പറ്റില്ല, അവൻ ചൂണ്ടക്കകത്തുനിന്ന് അങ്ങ് ഊരിപ്പോയി. പക്ഷെ അവൻ്റെ ആ മുള്ളുണ്ടല്ലോ, എൻ്റെ ചെരുപ്പിനകത്ത് അങ്ങ് തുളച്ച് കയറി. എന്നാലും കുഴപ്പമില്ല, അവനെ ഒരു വിധത്തിൽ ഞാൻ എടുത്ത കവറിനകത്ത് ഇട്ടിട്ടുണ്ട് ഗെയ്സ്. നല്ലൊരു മീൻ പിടുത്തമായിരുന്നു.